നമസ്കാരം. നമ്മൾ സാധാരണ ഒരു റീറ്റെയിൽ ബിസിനസ്, സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറീസ് അല്ലെങ്കിൽ ഗാർമെൻറ്റ്സ് ബിസിനസ്സുകളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു POS സിസ്റ്റം ആവശ്യമായിട്ട് വരും. നമ്മൾ POS സിസ്റ്റത്തെ പറ്റി ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറെ സമീപിച്ച് കഴിയുമ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു ഹെവി കൊട്ടേഷൻ കിട്ടും. വി വിൽ റിയലി സർപ്രൈസ്. ഈ ഹാർഡ്വെയറിൻ്റെയൊക്കെ ഒരു വലിയൊരു പ്രൈസ്, സോഫ്റ്റ്വെയറിൻ്റെ ഒരു വലിയൊരു പ്രൈസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിയൽ പ്രൈസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്നറിയാം. റിയൽ പ്രൈസ് എന്താണെന്നും നമ്മുടെ സ്ഥാപനത്തിന് വളരെ ചിലവ് കുറച്ച് നല്ല നമ്പർ 1 ഫെസിലിറ്റി, അതായത് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു POS സിസ്റ്റം, അതായത് ബില്ലിംഗ് പോയിൻ്റ് ഓഫ് സെയിൽ സിസ്റ്റം നമുക്ക് എങ്ങനെ സ്വന്തമാക്കാം എന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഫുള്ളായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഈ ഹാർഡ്വെയറിൻ്റെയൊക്കെ പ്രൈസും, സോഫ്റ്റ്വെയർ ഏത് ഉപയോഗിക്കണം, അതെങ്ങനെ, എന്താണ്, എങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് തുടങ്ങാം. സാധാരണഗതിയിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സംവിധാനം കാണാൻ സാധിക്കും. ഇതുപോലത്തുള്ള സംവിധാനത്തിലേക്കായിരിക്കും നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് റീച്ച് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി ആദ്യം ചിന്തിക്കുക. കാരണം ടു ബി ഫ്രാങ്ക്, ഇതുപോലെയുള്ള ടച്ച് സ്ക്രീനോട് കൂടിയ സിസ്റ്റത്തിന് ഒന്നാമത്തെ റീസൺ ഇതിൻ്റെ പ്രൈസ് വളരെ ഹൈ ആണ്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ പ്രൈസ് ഹൈ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക്കേഷൻ പലപ്പോഴും ഇതിന് കിട്ടാറില്ല. അതായത് ഇതിൻ്റെ റാം, ഇതിൻ്റെ ഹാർഡ് ഡിസ്ക്, ഇതിൻ്റെ പ്രോസസ്സർ, ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് സിസ്റ്റം വാങ്ങിച്ചാലും SSD ഉള്ള സിസ്റ്റം വാങ്ങുക, അതായത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് വളരെയധികം വ്യത്യാസം ഉണ്ടാക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഐ ആം ഫ്രം Raintech സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. 4 വർഷത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ടു ബി ഫ്രാങ്ക്, നമ്മുടെ സാധാരണ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സാധാരണ ഡെസ്ക്ടോപ്പിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ ഹാർഡ്വെയർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈവൻ സാധാരണ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ നമുക്ക് ലോക്കൽ സർവീസും കാര്യങ്ങളും എല്ലാം കിട്ടും. ഇനി അഥവാ നമുക്ക് ടച്ച് സ്ക്രീനിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ടച്ച് സ്ക്രീൻ സെലക്ട് ചെയ്യാം. അപ്പോഴും ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ടച്ച് സ്ക്രീൻ മോണിറ്റർ മാത്രം വാങ്ങുക. ടച്ച് സ്ക്രീൻ മോണിറ്റർ മാത്രമായിട്ട് വാങ്ങാൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിയർ അബൌട്ട് 12,000 മുതൽ 20,000 വരെയുള്ള പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഈ ടച്ച് സ്ക്രീൻ മോണിറ്ററിൽ CPU സെപ്പറേറ്റ്, നമ്മൾ നോർമൽ ഡെസ്ക്ടോപ്പിൻ്റെ CPU താഴെ വയ്ക്കുക. അതിനുശേഷം അതിൽ കേബിൾ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം കിട്ടും. പ്ലസ് നമുക്ക് മെയിൻ്റനൻസ് എല്ലാം ഈസി ആയിരിക്കും. ഈവൻ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും ടച്ച് സ്ക്രീൻ മോണിറ്ററിന് മാത്രമേ കംപ്ലയിൻറ്റ് വരുള്ളൂ. ഇൻ കേസ് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റാത്ത കേസ് ഇട്ട് വന്നാൽ അത് നമുക്ക് വേണമെങ്കിൽ നോർമൽ മോണിറ്റർ ആണെങ്കിലും എടുത്തു വെച്ച് നമുക്ക് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരിക്കലും നമ്മുടെ ബിസിനസ് സ്റ്റോപ്പ് ആകത്തില്ല. അതേസമയം നമ്മൾ ഈ ടച്ച് സ്ക്രീൻ മോണിറ്റർ ഇൻബിൽറ്റ് കമ്പ്യൂട്ടറാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോസ് എന്തെങ്കിലും സർവീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ചെയ്ത്, മീൻസ് ഇതിനകത്തായിരിക്കും എല്ലാ പ്രൈസും. പിന്നെ നമുക്ക് സെയിൽ വളരെ ഹാർഡായിരിക്കും, ടു ബി ഫ്രാങ്ക്. മറ്റേതാകുമ്പോൾ നമുക്ക് എപ്പോഴും ബാക്കപ്പ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിരിക്കും, നോർമൽ CPU പ്ലസ് മോണിറ്റർ വയ്ക്കുകയാണെങ്കിൽ. ഇനി അതല്ല, നമ്മൾ സാധാരണ ഡെസ്ക്ടോപ്പാണ് വയ്ക്കുന്നതാണെങ്കിൽ ഈ ഒരു പ്രയാസവും ഇല്ല, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ചില പോഷായിട്ടുള്ള ഒരു ബിസിനസ്സൊക്കെയാണ്, ഫോർ എക്സാമ്പിൾ ഗാർമെൻറ്റ്സിൻ്റെയൊക്കെ ഹൈലി പോഷായിട്ടുള്ള ബിസിനസ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടച്ച് സ്ക്രീനൊക്കെ സിസ്റ്റമൊക്കെ വെക്കേണ്ടി ഡബിൾ സൈഡ് ഡിസ്പ്ലേ ഒക്കെ വെച്ച് നമുക്ക് ചെയ്യേണ്ടി വരും, ഹൈലി എക്സ്പെൻസീവായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നല്ലൊരു ഹെവി ബഡ്ജറ്റ് അതിൻ്റെ പുറകിൽ നമുക്ക് പോകും. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മോണിറ്ററിൻ്റെ കാര്യം സംസാരിച്ചു. അഥവാ നമ്മുടെ കയ്യിൽ നോർമലായിട്ടൊരു ലാപ്ടോപ്പ് ഉണ്ട്, നമുക്ക് കുറഞ്ഞ ചിലവിലൊരു ബിസിനസ് ആരംഭിക്കണം എങ്കിൽ നമ്മുടെ സാധാരണ ലാപ്ടോപ്പ് മതിയാവും. സാധാരണ ലാപ്ടോപ്പിൽ സ്പീഡ് കുറവാണെങ്കിൽ അതിൻ്റെ ഹാർഡ് ഡിസ്ക് കഴിച്ചു മാറ്റി അവിടെ SSD ഇട്ടാൽ മതി. വളരെ വ്യത്യാസം ഉണ്ടാകും. യൂട്യൂബിൽ മറ്റ് വീഡിയോകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. SSD ഇടുമ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, അതിൻ്റെ വലിയ കപ്പാസിറ്റി ഇടണമെന്ന് ആവശ്യമില്ല. 501 TB ഒന്നും ഇടേണ്ട ആവശ്യമില്ല. 250 GB ഇട്ടാലും മതി. വളരെയധികം സ്പീഡ് ഉണ്ടാകും. സ്പീഡ് ട്രാൻസ്ഫർ റേറ്റ് വളരെ കൂടുതലാണ് SSDക്ക്.
പിന്നെ ബാറ്ററി ലൈഫും വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഈ SSD ഇടുമ്പോൾ ആ ഒരുപാട് ഹെൽപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം പ്രിൻ്ററുകൾ നമുക്ക് ആവശ്യമുണ്ട്. പ്രിൻ്ററുകൾ ഒരുപാട് ടൈപ്പ് പ്രിൻ്ററുണ്ട്. ഞാൻ ഇതൊന്നും എടുത്ത് താഴത്ത് വെച്ചോട്ടെ. ഒരുപാട് ടൈപ്പ് പ്രിൻ്ററുകളുണ്ട്. അപ്പം നമ്മൾ ഏത് പ്രിൻ്ററാണ് വാങ്ങിക്കേണ്ടത്? മാർക്കറ്റിൽ 1800 രൂപ മുതൽ 14,000 രൂപ വരെയുള്ള പ്രിൻ്ററുകളുണ്ട്. അതിൽ കൂടിയ പ്രിൻ്ററുകളുണ്ട്. 14,000 രൂപ വരെയുള്ള പ്രിൻ്ററുകൾ നമ്മൾ POS സിസ്റ്റങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ 1800 രൂപയുടെ പ്രിൻ്റർ എന്ന് പറഞ്ഞത് 2 ഇഞ്ചിൻ്റെ തെർമൽ പ്രിൻ്ററാണ്. അത് സാധാരണഗതിയിൽ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. കാരണം അത് ഒരു അധികം ലൈഫ് കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം. നമ്പർ 1, അതിൽ നിന്ന് വരുന്ന പ്രിൻറ്റിങ്ങിന് ഒരു ബ്യൂട്ടിയില്ല. ടു ബി ഫ്രാങ്ക്, ഒരു ഭംഗിയില്ല. വളരെ ചെറിയൊരു 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ബിൽ പ്രിൻ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഓട്ടോ കട്ട് തെർമൽ പ്രിൻ്ററുകളാണ്. അതായത് ഇത് 3 ഇഞ്ച് തെർമൽ പ്രിൻ്ററാണ്. 80 mm തെർമൽ പേപ്പർ. അതായത് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണല്ലോ, ബിഗ് ബസാർ അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്ന, ഈ ലുലു അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് 3 ഇഞ്ച് ബില്ലിംഗ് സിസ്റ്റമാണ്. ഇത് 3 ഇഞ്ചാണ്. അപ്പോൾ ഈ 3 ഇഞ്ച് തെർമൽ പ്രിൻ്ററാണിത്. ഇത് എവരിക്കോം എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് നല്ലൊരു തെർമൽ പ്രിൻ്ററാണ്. ഇതിന് സ്പീഡ് ഒരുമാതിരി നല്ല സ്പീഡുണ്ട്. 260 mm/s ഇതിൻ്റെ സ്പീഡുണ്ട്, ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ സ്പീഡ്. പിന്നെ ഇത് 230 വോൾട്ട് നമ്മൾ പവറിൽ കുത്താം. ഈവൻ നമ്മുടെ ചെറിയ ഇൻവെർട്ടറിലാണെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യും. ഹെവി കറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്രിൻ്ററാണ്. ഇത് നിയർ അബൌട്ട് 6,000 റുപ്പീസിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ഈ കാറ്റഗറിയിൽപ്പെട്ട പ്രിൻ്ററുകളാണ് ഈ രണ്ടും കേട്ടോ. ഈ കാണുന്ന രണ്ട് പ്രിൻ്ററും. അപ്പോൾ ഈ പ്രിൻ്ററിന് ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ക്യാഷ് ഡ്രോയറൊക്കെ കണക്ട് ചെയ്യാം. ഈ ക്യാഷ് ഡ്രോയർ എല്ലാം കണക്ട് ചെയ്യാവുന്ന സംവിധാനം ഇതിനകത്തുണ്ട്. ക്യാഷ് ഡ്രോയറിന് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഈ ക്യാഷ് ഡ്രോയർ നമ്മൾ പ്രത്യേകിച്ച് പവർ സപ്ലൈയുടെ ആവശ്യമില്ല. ഈ ക്യാഷ് ഡ്രോയറിന് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പിറയിൽ ഒരു കേബിളുണ്ട്. ജസ്റ്റ് നമ്മുടെ ടെലിഫോൺ കേബിൾ പോലത്തെ ഒരു കേബിളുണ്ട്. ഇത് ഈ പ്രിൻ്ററിൻ്റെ പിറയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പ്രിൻ്റ് കമാൻഡ് വരുമ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് കുറച്ച് കോഡിംഗ് ഉണ്ട്. അപ്പോൾ അതുവഴി ഈ ക്യാഷ് ഡ്രോയർ ഒന്ന് ഓപ്പൺ ആകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം. അപ്പോൾ ഈ പ്രിൻ്റർ നമുക്ക് ബില്ലടിക്കാൻ പറ്റുന്ന പ്രിൻ്ററുകളാണ്. ബില്ലടിക്കാൻ പറ്റുന്ന മറ്റ് 2 പ്രിൻ്ററുകളാണ് ഇത്. ഇനി നമുക്ക് ഈ എപ്സൺ എന്നുള്ള ബ്രാൻഡഡ് പ്രിൻ്ററുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. ഇത് എപ്സൻ്റെ ഒരു ബ്രാൻഡഡ് പ്രിൻ്ററാണ്. ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. നിയർ അബൌട്ട് 13,000, 12,000 to 13,000 ആമസോണിൽ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ഡീലർഷിപ്പിൽ നിന്ന് കുറച്ച് കിട്ടുമായിരിക്കും. ഇതിനകത്ത് നമുക്ക് ക്യാഷ് ഡ്രോയർ എല്ലാം കണക്ട് ചെയ്യാവുന്ന സംവിധാനങ്ങളുണ്ട്. ക്യാഷ് ഡ്രോയർ കണക്ട് ചെയ്യാം. ഇതും 3 ഇഞ്ച് ഓട്ടോ കട്ട് തെർമൽ പ്രിൻ്ററാണ്. ഓട്ടോ കട്ട് എന്ന് ഞാൻ പറഞ്ഞത്, ഒരു ബില്ലിങ് വന്നു കഴിയുമ്പോൾ അതിങ്ങനെ ടക്കെന്ന് പറഞ്ഞ പ്രിൻ്റർ തന്നെ കട്ട് ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ എടുക്കാനുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിച്ച് കീറിയൊക്കെ എടുക്കുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഇതിന് പ്രൈസ് പറഞ്ഞല്ലോ. അപ്പോൾ 12,000 to 13,000 പ്രൈസ് ഉണ്ട്. ഇതിനാകുമ്പോൾ ആദ്യം കാണിച്ച പ്രിൻ്ററിന് 6,000. ഈ ഒരു പ്രിൻ്ററുണ്ട്. ഇതിൻ്റെ പുതിയ മോഡലും വന്നിട്ടുണ്ട്. ഞാനെൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രിൻ്ററിന് 5,000 to 5,500 പ്രൈസേ ഉള്ളൂ. 5,000 to 5,500. 4,400 നമുക്ക് ഹോൾസെയിൽ കിട്ടുന്നുണ്ട് ഈ പ്രിൻ്റർ. ആമസോണിൽ 5,000, 5,500 ആ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടും. ഇതും എക്സ് പ്രിൻ്ററാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെയധികം ബന്ധമുള്ളൊരു പ്രിൻ്ററാണിത്. ഞാൻ 2016 ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ വാങ്ങിച്ച പ്രിൻ്ററാണ്. നമ്മളെല്ലാ ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഈ പ്രിൻ്റർ വളരെ നല്ലൊരു പ്രിൻ്ററാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഇന്ത്യയിൽ ഈ മോഡൽ വരുന്നില്ല. കാരണം ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രിൻ്ററാണ്. ഇതിന് സർട്ടിഫിക്കേഷൻ്റെ, അതായത് ഓരോ പ്രിൻ്റർ നമ്മൾ ഇറക്കുമ്പോഴും BIS സർട്ടിഫിക്കേഷനൊക്കെ എടുക്കണം ഇപ്പോൾ. അപ്പോൾ ഇതിനാരും സർട്ടിഫിക്കേഷൻ ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആരും കൊണ്ടുവന്നിട്ടില്ല. ഇതിൻ്റെ പുതിയ മോഡൽ വരുന്നുണ്ട് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ. എക്സ് പ്രിൻ്ററിൻ്റെ പ്രിൻ്ററുകൾ നല്ല ലോങ് ലൈഫ് പ്രിൻ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻ്റ് ക്വാളിറ്റി സൂപ്പറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഡ്രൈവറുണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇടുന്നത്. ഈ ഡ്രൈവർ സെറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യാനായിട്ട് സിമ്പിളാണ്. വളരെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് ഡിറ്റക്റ്റായി പ്രിൻ്റ് ആകും. പിന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി സൂപ്പർ. അത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇറ്റ്സ് റിയലി നൈസ് പ്രിൻ്റർ. നമ്മുടെ സ്ഥാപനം റെയിൻടെക് സോഫ്റ്റ്വെയറിൻ്റെ കൂടെയുള്ള ആദ്യം മുതലുള്ളൊരു പ്രിൻ്ററാണിത്. അതുകൊണ്ട് എനിക്ക് വളരെയധികം റിലേഷൻഷിപ്പുള്ളൊരു പ്രിൻ്റർ കൂടിയാണിത്. ഇതിന് ഈ പ്രൈസേ ഉള്ളൂ. നല്ലൊരു പ്രിൻ്ററാണ്. പിന്നെ
ക്യാഷ് ഡ്രോവർ നമുക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ആദ്യമേ നമ്മൾ മേടിച്ചതിന് പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറവാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇത് 3700 രൂപയ്ക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ഈ ക്യാഷ് ഡ്രോവറുകൾ. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഇലക്ട്രോണിക് ക്യാഷ് ഡ്രോവറുകളാണ്. ഇതിനകത്ത് ട്രേകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടല്ലേ, ട്രേകളുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഈ സംഗതികളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാഷ് ഡ്രോവർ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇങ്ങനെ ഒരു പ്രിൻ്റർ, ലേബൽ പ്രിൻ്റർ നമുക്ക് ഉപയോഗിക്കാം. ലേബൽ, അതായത് ബാർകോഡുകൾ പ്രിൻ്റ് ചെയ്യാൻ, അതായത് ലേബലുകൾ പ്രിൻ്റ് ചെയ്യാനാണ് ഇത്തരം പ്രിൻ്ററുകൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഗാർമെൻറ്റ്സിൻ്റെ ടാഗുകളാണെങ്കിൽ ഇങ്ങനെയുള്ള സിന്തറ്റിക് ടാഗുകൾ പ്രിൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നോർമൽ ബാർകോഡ് ലേബലുകൾ പ്രിൻ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഈ ഒരു പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ ഒരുപാട് പ്രിൻ്ററുകളുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പ്രിൻ്റർ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇത് TSC 244 എന്ന് പറഞ്ഞ മോഡലാണ്. TSC 244. ഈ TSCയുടെ പ്രിൻ്ററുകളിൽ, ലേബൽ പ്രിൻ്ററുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് TSC 244 ആണ്. TSC 244ൻ്റെ തന്നെ പ്രോ എന്ന് പറഞ്ഞൊരു വെർഷനുണ്ട്. ഞാനതിവിടെ വാങ്ങിച്ചായിരുന്നു. പക്ഷേ അതിനേക്കാളും ഒന്നുകൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പം, കൈകാര്യം ചെയ്യാൻ എളുപ്പം TSC 244 തന്നെയാണ്. അപ്പോൾ TSC 244 വളരെ ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിൻ്റെ പ്രൈസ് 11,500 ആ പ്രൈസ് റേഞ്ചിൽ TSC 244 പ്രിൻ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പിന്നെ ഇത് ഇൻസ്റ്റലേഷൻ സെറ്റിങ്സ് എല്ലാം റെയിൻടെക് സോഫ്റ്റ്വെയറിൻ്റെ കസ്റ്റമർ കെയർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, റെയിൻടെക് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ സപ്പോസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ അതിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്യും, ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെല്ലാം. പിന്നെ അതുകൂടാതെ നമുക്കൊരു കസ്റ്റമർ ഡിസ്പ്ലേ, ഇതും ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ച്, മീൻസ് നമുക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഈവൻ നമുക്ക് പിന്നീടാണെങ്കിലും ഇതെല്ലാം മേടിച്ച് സോഫ്റ്റ്വെയറിൽ കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് നമ്മൾ എല്ലാം കൂടി നമുക്ക് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 3,200 to 3,700 പ്രൈസ് റേഞ്ചിൽ 5 ഇഞ്ച് കസ്റ്റമർ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. ഇത് കസ്റ്റമർ ഡിസ്പ്ലേ ആണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടില്ല, നമുക്കിങ്ങനെ കസ്റ്റമർക്ക് കാണാൻ വേണ്ടിയുള്ള ഡിസ്പ്ലേ. ഇത് കളർ ഡിസ്പ്ലേ ആണിത്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ഡിസ്പ്ലേ. പിന്നെ നമുക്ക് ഇത്ര ഹാർഡ്വെയർ മതി. പിന്നെ ഒരു ബാർകോഡ് സ്കാനർ വേണം, ഗണ്ണ്. 2,500 രൂപ മുടക്കാമെങ്കിൽ നമുക്ക് TVSൻ്റെ 101 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ബാർകോഡ് സ്കാനർ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കാനറാണ്, അത് വാങ്ങിക്കുക. ഇനി ടേബിൾ ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ടൈപ്പിൽ ടേബിൾ ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിയർ അബൌട്ട് 6,000 to 9,000 പ്രൈസ് റേഞ്ച് ഉണ്ട്. ആ റൗണ്ട് ടൈപ്പ് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിങ്ങനെ കാണിക്കുന്ന ഒരു സൈസ് ബാർകോഡ്, അത് ഓഫീസിലുണ്ട്, മുകളിലിരിക്കുകയാണത്, ഞാൻ ഇങ്ങോട്ട് എടുത്തില്ലത്. അപ്പോൾ ആ ഒരു ബാർകോഡ് സ്കാനർ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഈ ബിൽ പേപ്പറിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത്, ഇതിനൊക്കെ 50 മീറ്ററിൻ്റെ റോള് ബില്ലടിക്കുന്ന പേപ്പറിന് 50 രൂപ മുതൽ 60 രൂപ വരെ ഉണ്ട്. 58, 60 ആ പ്രൈസ് റേഞ്ചേ ഉള്ളൂ പെർ റോളിന്. ആമസോണിലാണെങ്കിൽ 580 രൂപയ്ക്ക് 10 റോള് കിട്ടും. ഒരുമാതിരി നല്ല ക്വാളിറ്റി മേടിക്കുക. ഇതിന് തീരെ കുറഞ്ഞതുണ്ട്, അപ്പോൾ നമുക്ക് പ്രിൻറ്റിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാകത്തില്ല പ്രിൻ്റ് വരുമ്പോൾ. ഇതുപോലെയുള്ള റോളുകൾ നമുക്ക് കിട്ടും. ഇത് സ്റ്റിക്കർ റോളുകളാണ്. സ്റ്റിക്കർ റോളുകൾ നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. 2x1 ഇഞ്ച്, 2x2 ഇഞ്ച്, അത് നമുക്ക് ആവശ്യമുള്ള സൈസുകളിൽ വാങ്ങാൻ പറ്റും. ഇതിന് തെർമൽ ട്രാൻസ്ഫറും ഉണ്ട്, ഡയറക്റ്റ് തെർമലും ഉണ്ട്. നമുക്ക് ഇത്തരം പ്രിൻ്ററുകളാണെങ്കിൽ തെർമൽ ട്രാൻസ്ഫർ സ്റ്റിക്കറുകൾ ആവശ്യം. കാരണം റിബൺ ഇട്ടിട്ട് പ്രിൻ്റ് ചെയ്യുന്നതാണ് തെർമൽ ട്രാൻസ്ഫർ പ്രിൻ്ററുകൾ. സാധാരണ നമുക്ക് തെർമൽ ട്രാൻസ്ഫർ അല്ലാത്ത ഡയറക്റ്റ് തെർമൽ സ്റ്റിക്കറുകളും അവൈലബിൾ ആണ്. ഡയറക്റ്റ് തെർമൽ സ്റ്റിക്കറിന് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. തെർമൽ ട്രാൻസ്ഫർ സ്റ്റിക്കറിന് നിയർ അബൌട്ട് 150 to 250 റുപ്പീസ് മുതൽ നമുക്ക് വരെയൊക്കെ അവൈലബിൾ ആണ്. 350 റുപ്പീസിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കൂടുതൽ മീൻസ് ഇതിൻ്റെ റോളുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ സാധാരണഗതിയിൽ 4,000 സ്റ്റിക്കർ വരെ ഉള്ള സ്റ്റിക്കറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 380 രൂപ അത്രയും ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്ത ടാഗുകൾ, ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് മഞ്ഞ കളറിൽ ഹൈലൈറ്റ് ചെയ്ത ടാഗുകൾ അവൈലബിൾ ആണ് ഈ ഗൾഫ് കൺട്രീസിലൊക്കെ. അതിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിൻ്റെയൊക്കെ MRP ഭാഗം യെല്ലോ കളറിൽ വരുമ്പോൾ കുറച്ചൊന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, ഇത് Raintech POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ പെൻഡ്രൈവ് ആണ്, ആക്ച്വലി പെൻഡ്രൈവിലാണ് സോഫ്റ്റ്വെയർ ഉള്ളത്. ഈ സോഫ്റ്റ്വെയർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ട്. കാരണം നമ്മളിപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്കിതിൻ്റെ ട്രെയിനിങ്, നമുക്കിത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഇതിനുള്ള എല്ലാ സപ്പോർട്ടുകളും റെയിൻടെക് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യും. അത് ജെനുവിൻ വേയിൽ വളരെ കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ സർവീസ് അവൈലബിളാണ്. 10 മണി മുതൽ 5:30 വരെ റെയിൻടെക്കിൻ്റെ ഓഫീസും അവൈലബിളാണ്. മൺഡേ ടു സാറ്റർഡേ. നമ്മുടെ ഓഫീസ് കോട്ടയം വടയാർ എന്ന സ്ഥലത്താണ്. കോട്ടയത്ത് നിന്ന് വൈക്കം അടുത്ത് തന്നെ വടയാർ, അവിടെയാണ് ഓഫീസ്. അപ്പോൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, POS സംബന്ധിച്ച് എന്ത് ഹെൽപ്പ്, എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും റെയിൻടെക്കിനെ വിളിക്കുക. പിന്നെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികൾ റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് വാട്സാപ്പ് സെൻഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, അതായത് ബില്ല് ആസക്റ്റീസ് വാട്സാപ്പിൽ പോകുന്ന ടെക്സ്റ്റായിട്ട് പോകുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ അവൈലബിളാണ്. ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ഉള്ളൊരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും വിളിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.